എനിക്കൊരു സംശയം തോന്നുന്നു, ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടോ? അതിൻ്റെ വലിയ നേതാക്കന്മാരല്ലേ നമ്മുടെ പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും. ഇപ്പോൾ ദാ രാഹുൽ കേരളം മുഴുവൻ ഓടി കിടന്ന് കോട്ടയത്ത് വയനാട്ടിലൊക്കെ പറയുന്നു എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ED പിടിച്ച് ജയിലിടാത്തത്? മറ്റ് 2 മുഖ്യമന്ത്രിമാരും ജയിലിലാണ്. അല്ല, രാഹുൽ ഗാന്ധിയുടെ ഒരു ഇക്വേഷൻ അതാണ്. നിങ്ങൾ നരേന്ദ്രമോദിയെ യഥാർത്ഥത്തിൽ എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ED പിടിക്കും. രാഹുലിനെ ED പിടിച്ചതാണ്. രാഹുലിനെ 2 തവണ ചോദ്യം ചെയ്തതാണ്. സോണിയെ ചോദ്യം ചെയ്തതാണ്. കേസ് ഏതുമായിക്കോട്ടെ, നാഷണൽ ഹെറാൾഡ് കേസ് എന്തുമായിക്കോട്ടെ. ഈ കൂട്ടത്തിൽ പിണറായി വിജയൻ മാത്രം അൺടച്ച്ഡായിട്ട് നിൽക്കുന്നു. എത്രയോ കാലമായി ചോദ്യം ചെയ്യാൻ പോലും വിളിച്ചില്ല, ഒരു നോട്ടീസ് പോലും ഇല്ല. രാഹുൽ ഗാന്ധി പറയുന്നതിനകത്തൊരു കാര്യമില്ലേ. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് നോക്കുക, പിണറായി വിജയൻ്റെ ഓഫീസിൽ നിന്നാണ് അതിൻ്റെ ഓപ്പറേഷൻ നടന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ശിവശങ്കരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിൽ പോയി, ആകെ കൂടെ പ്രശ്നമായി. സ്വപ്ന സുരേഷിനെ പിണറായി വിജയൻ അറിയില്ല എന്ന് പറഞ്ഞു, പിന്നെ അറിയാമെന്ന് പറഞ്ഞു. അവർ വീഡിയോ വരെ പുറത്ത് വിട്ടു. ഏതാ, കുവൈറ്റ് ഷെയ്ഖിനെ മറ്റോ പിണറായി വിജയൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നതും സ്വീകരിക്കുന്നതും സമ്മാനം കൊടുക്കുന്നതുമൊക്കെയായ വീഡിയോ. ഇറ്റ് വാസ് വെരി ക്ലിയർ ദാറ്റ് പിണറായി വിജയനാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യിച്ചത്. ഇത്രയൊക്കെ ആയിട്ട് ഒരു തവണ ഒന്ന് ചോദ്യം ചെയ്യാൻ പിണറായി വിജയനെ വിളിപ്പിച്ചോ? വിളിപ്പിച്ചില്ല. അതേസമയം കേജ്രിവാളിനെയോ ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തു. ഹേമന്ത് സോറൻ ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തു. പാവം എന്തൊരു ഓട്ടം ഓടിയതല്ലേ. ചിദംബരത്തെ ഓടിച്ചിട്ട് പിടിച്ച് മതിലിയാടി അറസ്റ്റ് ചെയ്തു. ഇതൊക്കെ ചെയ്ത ആൾക്കാർ എന്തുകൊണ്ട് പിണറായി വിജയനെ തൊടുന്നില്ല എന്നുള്ള സാമാന്യ യുക്തിയുടെ ഒരു ചോദ്യമാണ് ഈ രാഹുൽ. ഒരു മുന്നണിയായിട്ട് ഇവർ നിൽക്കുമ്പോൾ രാഹുൽ ഇത് ചോദിക്കാമോ? ചോദിക്കുക. ഡൽഹി പോയി കൈയൊക്കെ പോകുന്നവരല്ലേ. ഈ ഭോഷ്കിന് കുറേ അധികം പേരുടെ പിന്തുണയുമുണ്ട്. ഇവർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ചല്ലേ ആണെന്ന് തോമസ് ചാഴിക്കാടൻ ഇന്നലെ പറഞ്ഞു. ഞാൻ ജയിച്ചു പോയാൽ നിങ്ങൾ പരിഭ്രമിക്കൊന്നും വേണ്ട, ഞാൻ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാനാണ് പോകുന്നത്. അപ്പോൾ TV-ക്കാർ അമ്പരന്നു. അല്ല, ഇതെന്താ അത്? അപ്പോൾ പിന്നെ ഇവിടെ മത്സരിക്കുന്നത് ഞാൻ LDF സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ പോയാൽ ഞാൻ 10 വീതിച്ചെടുത്താൽ പോരെ എന്നുള്ള ചോദ്യം സമാജത്തിൽ ഉയരേണ്ടതാണ്. അത് ഉയരുന്നില്ല. ഈ എക്സസൈസ് ഒന്നും വേണ്ടല്ലോ, എത്ര കാശ് ലാഭമുണ്ട്. അല്ല, അത് ശരിയാണ്. ഇതൊക്കെ എത്രയോ നാളായി ഓരോരുത്തരൊക്കെ പറയുന്നു. ബട്ട് ഈ അസംബന്ധ നാടകം ഇവർ തുടരുന്നു. ബട്ട് ഈ ചോദ്യത്തിന് രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് മെരിറ്റുള്ള ഒരു ചോദ്യം ചോദിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അതെ, രാഹുൽ ഒരു വാലിഡ് സ്റ്റേറ്റ്മെന്റ്, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്, വാലിഡ് പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഹാസ് ബീൻ റേസ്ഡ് ബൈ ഹിം, പ്രോബബ്ലി ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ്. സാധാരണ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു സംശയം. അപ്പോഴും ഞാൻ ഓർക്കുന്നത് ബംഗാളിൽ കോൺഗ്രസും CPM മുന്നണിയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ടെന്താ ഇവിടെ അവർ കുറേ കൂടെ CPM ശക്തമായതുകൊണ്ട് മുന്നണി പോസിബിൾ അല്ല. അല്ലെങ്കിൽ ഇവിടെയും മുന്നണി ഉണ്ടായേനെ. ഒന്നുകിൽ കോൺഗ്രസ് തീരക്ഷയിക്കുക, അല്ലെങ്കിൽ CPM തീരക്ഷയിക്കുക, ഇവർ മുന്നണിയായിട്ട് മാറും. അല്ല, ഞാൻ രണ്ടുപേർക്കും സ്ട്രെങ്ത് ഉള്ളതുകൊണ്ടാണ് അവർ തമ്മിൽ അടിക്കുന്നത്. പിണറായിയോട് രാഹുൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരും കേട്ടോ, ഇങ്ങനെയൊക്കെ പറയും, അതൊന്നും തോന്നരുത് മച്ചാനെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നാടകമായിരിക്കും. അങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടാവാം. കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞു കാണും, ചേട്ടാ ഒന്ന് ഇത് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയത്തിൽ പതിവാണ്. ഞാൻ പറയുന്നതല്ല, ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം നോക്കൂ, CMR കർത്താവിനെ, സുഖമില്ലാതെ കിടക്കുന്ന ആളിനെ വീട്ടിൽ പോയി ചോദ്യം ചെയ്തു ED. അത് അസാധാരണമായൊരു നടപടിയാണ്, തീർത്തും അസാധാരണമായ നടപടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റിട്ട് പെറ്റീഷനും വായിച്ചു, ഇൻറ്ററിം ആപ്ലിക്കേഷൻ കൊടുത്തതും വായിച്ചു. ഓൺ മെഡിക്കൽ ഗ്രൗണ്ട്സ്. രാജഗിരി മെഡിക്കൽ കോളേജിൻ്റെ മെഡിക്കൽ റിപ്പോർട്ടാണ്. ദാറ്റ് മാൻ ഒരു 33 അസുഖങ്ങളോ മറ്റോ ഉണ്ട്, 72 വയസ്സുണ്ട്. ഒരു ദിവസം അങ്ങേര് കഴിക്കുന്ന ഗുളിക രാവിലെ 2 ഇഞ്ചക്ഷൻ പ്ലസ് 28 ഗുളിക. ഉച്ചയ്ക്ക് അത്രയില്ല, 7-8 ഉള്ളൂ. രാത്രിയിൽ എഗെയിൻ 28 ഗുളിക റിപ്പീറ്റ്. ഈ അവസ്ഥ പുള്ളിക്ക് ഇല്ലാത്ത അസുഖമൊന്നുമില്ല. അത് കൂടാതെ ഞാൻ അന്വേഷിച്ചു, ഇതൊക്കെ കള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണോ?
ഒന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്, രാജഗിരിയൊന്നും കള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കില്ല. കർത്താവല്ല ദൈവം തമ്പുരാനാണെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കില്ല. ബട്ട് അവർ കൊടുത്തിട്ടുണ്ട്. 2 തവണ കോവിഡ് വന്നിരുന്നു ഈ മനുഷ്യന്. അതിനുശേഷമാണ് ഒരു തകിടം മറിച്ചില്ല അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിലുണ്ടായത്. അപ്പോൾ അത് ഇപ്പോൾ അദ്ദേഹം ഒരു മെയിൻ്റനൻസിൽ ഒരു മിനി ICU വീട്ടിലുണ്ട്. ഓക്സിജൻ അത് ഇത് സംഭവമില്ല. മിനി ICUവിലാണ് പുള്ളിയുടെ താമസം. ഒരാവശ്യം വന്നാൽ ടപ്പെന്ന് പറഞ്ഞിട്ട് വീട്ടിലെ തന്നെ ICUവിൽ കയറുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള ഒരാളിനെ, അതിൽ പ്രധാനമായിട്ട് ഡിമെൻഷ്യ, നമ്മൾ ആളെ തിരിച്ചറിയാൻ പറ്റാതാവുക, ചിലപ്പോൾ തിരിച്ചറിയും. ഞാൻ സുനിലല്ലേ എന്ന് പറഞ്ഞ് സംസാരിച്ച് കുറേ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ജോസഫ് അല്ലേ എന്ന് ചോദിച്ച് സംസാരിക്കും. ഇത് ഡിമെൻഷ്യയുടെ ഒരു ലക്ഷണമാണ്. മെമ്മറി ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് വേറൊരു ഭാഗത്തേക്ക് പോകും. ഇങ്ങനെ ഒരാളിനെ ചോദ്യം ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് ഇവർക്ക് കിട്ടാനുള്ളത്? വീണ വിജയൻ്റെ ഡീറ്റെയിൽസാണ്. അത് CMR റിഫ്യൂസ് ചെയ്തു. അത് ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സാണ്. അത് പുറത്തു കൊടുക്കാൻ പാടില്ല. ഇൻകം ടാക്സ് ആക്റ്റിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടില്ല. ബട്ട് ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോഡിയിൽ നിന്നോ അല്ലെങ്കിൽ ഇൻകം ടാക്സിൽ നിന്ന് തന്നെയോ ഇവർക്ക് ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. ED ഹാസ് ദാറ്റ് പവേഴ്സ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണല്ലോ അണ്ടർ PMLA. അതുകൊണ്ട് അവർക്ക് ഡീറ്റെയിൽസ് എടുക്കാം. അവരെടുത്തിട്ടും ഉണ്ടാവും. ഇത് രണ്ടും സെയിം ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിച്ചത്. ഇനിയിപ്പോൾ ഇദ്ദേഹം ഇത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ആസ് ഓൺ ഡേറ്റ് വീണയെ ചോദ്യം ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ ഒരു തടസ്സവുമില്ല. വിച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ മേ ബി വിത്തിൻ 3-4 days. ഐ ഹോപ്പ് ദാറ്റ് വിൽ ബി ഡൺ ബിഫോർ ഇലക്ഷൻസ്. അതായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് മറുപടി. കാരണം അവിടെ മുഖ്യമന്ത്രിയല്ല, മുഖ്യമന്ത്രിയുടെ മകളാണ് അറസ്റ്റിലാവാൻ പോകുന്നത്. വിച്ച് ഈസ് മോർ ഡേഞ്ചറസ് ഫോർ മുഖ്യമന്ത്രി. എനിക്കും സുനിലിനുമൊക്കെ നമുക്ക് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഓക്കെ നമ്മൾ വെച്ച് കിട്ടും. നമ്മുടെ പിള്ളേർക്ക് മുറിഞ്ഞ ആശുപത്രിയിലാണെന്ന് കേട്ട് നമുക്കുണ്ടാകുന്ന പരിഭ്രമമുണ്ടല്ലോ. പിണറായി വിജയന് ഇതേ പരിഭ്രമമാണ്. പിണറായി വിജയൻ ഏറ്റവും അധികം പരിഭ്രമിക്കുന്നത് നിയമസഭയിലാണെങ്കിൽ പുറത്താണെങ്കിലും ഇറിറ്റേറ്റഡ് ആവുന്നതൊക്കെ മകളെക്കുറിച്ചുള്ള ചോദ്യം വരുമ്പോഴാണ്. പുള്ളിയെക്കുറിച്ച് ചോദിച്ചു നോക്കി പുള്ളി ഒരു ചിരിയോടെ മറുപടി പറയും. ഇതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറയും. മകളുടെ കാര്യം വന്നു കഴിയുമ്പോൾ ഇദ്ദേഹം പൊട്ടിത്തെറിക്കും, മൈക്ക് ഓഫ് ചെയ്യും, എന്തും ചെയ്യും. ദിസ് ഈസ് എ ടിപ്പിക്കൽ ഫാദർ. ഞാനും സുനിലും ഒക്കെ പരിഭ്രമിക്കുന്നത് മക്കളുടെ കാര്യം വരുമ്പോഴാണ്. ഇത് പിണറായി വിജയന് സംഭവിക്കും. അപ്പോൾ രാഹുൽ ഗാന്ധി പറയും അച്ഛൻ്റെ തെറ്റിന് മകളെ അകത്താക്കിയെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ അച്ഛൻ്റെ തെറ്റിനല്ല, മകളാണ് ഈ തെറ്റ് തുടങ്ങിയിരിക്കുന്ന സോഴ്സ്. പിന്നെ മകൾ സംഭരിച്ച പണം അച്ഛന് പോയിട്ടുണ്ടോ എന്നുള്ള അടുത്ത അന്വേഷണം വരും. ആ അന്വേഷണത്തിലായിരിക്കും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക. ഇതാണ് ഈ കേസിൻ്റെ ഇപ്പോഴത്തെ കിടപ്പ്. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ കൺസേൺ പാർട്ടികൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ മെനോൻ പൈയാണ് ശശിധരൻ കർത്താവിൻ്റെ വക്കീലന്മാർ, മിടുക്കന്മാരാണ്, വലിയൊരു സംഘം വക്കീലന്മാർ തന്നെയുണ്ട്. ബട്ട് എൻ്റെ ഒരു ചെറിയ ബുദ്ധിക്ക് അവർ ഹറിബറിയിലായിരിക്കാൻ ചില കാര്യങ്ങളൊക്കെ അവരുടെ ഇൻ്റർവ്യൂ ആപ്ലിക്കേഷൻസിൽ വിട്ടുപോയിട്ടുണ്ട്. ഈ കർത്താവിനെ ചോദ്യം ചെയ്യരുത് എന്ന് സ്പെസിഫിക് ആയിട്ട് അവരുടെ പ്ലീഡിങ്സിലും ഇല്ല, പ്രയറിലും ഇല്ല. ആ ഗ്യാപ്പാണ് ED ഉപയോഗിച്ചത്, അവിടെ പോയി ചോദ്യം ചെയ്തത്. അതല്ലെങ്കിൽ ഇവർ ക്ലിയറായിട്ട് പറയണ്ടേ, ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നോക്കുക, ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടാൻ പോകുന്നില്ല, കിട്ടിയാൽ തന്നെ അത് റിലയബിൾ ആയിരിക്കില്ല. ഈ അവസ്ഥയിൽ ദയവ് ചെയ്ത് EDയുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് കൃത്യമായിട്ട് എഴുതണ്ടേ? അത് ചെയ്തിട്ടില്ല. അവർ പറഞ്ഞു EDക്ക് ഞങ്ങൾ കൊടുത്ത ഒരു ലെറ്റർ, ആ ലെറ്ററിൽ പറയുന്നുണ്ട് ഇദ്ദേഹത്തെ വിളിക്കരുത്, സുഖയില്ല എന്നൊക്കെ. ആ ലെറ്ററിൻ്റെ കോപ്പി ഹൈക്കോടതിയിൽ ഹാജരാക്കി. പക്ഷേ ഹൈക്കോടതിയിൽ സ്പെസിഫിക് പ്ലീഡിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ല. എൻ്റെ എന്താ ആവശ്യം ഞാൻ പറയണ്ടേ? ഒന്നുകിൽ സിനോപ്സിസിൽ പറയണം, അല്ലെങ്കിൽ ബോഡി ഓഫ് ദ പെറ്റീഷനിൽ പറയണം, ഇല്ലെങ്കിൽ ഗ്രൗണ്ട്സിൽ പറയണം, അല്ലെങ്കിൽ പ്രെയറിൽ പറയണം. ഈ 4ലും ഈ ആവശ്യമില്ല. അതുകൊണ്ട് ED was free to go to his house and question him. That was a defect or a mistake from their side. But EDക്ക് അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം EDക്ക് അതർവൈസ് ഈ ഡോക്യുമെൻറ്റ്സ് കിട്ടും
എന്തൊക്കെയാണ് അവരന്ന് കൊടുത്ത മൊഴി എന്നുള്ള വിവരം ഇവർക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ കിട്ടും. കാരണം ED ഈസ് അണ്ടർ ഫൈനാൻസ് മിനിസ്ട്രി, IT ഈസ് അണ്ടർ ഫിനാൻസ് മിനിസ്ട്രി, SFIO ഈസ് അണ്ടർ ഫിനാൻസ് മിനിസ്ട്രി. ആകെ എന്താന്ന് കമ്പനി രജിസ്ട്രാർ ഈസ് അണ്ടർ ഫിനാൻസ് മിനിസ്ട്രി. കമ്പനി രജിസ്ട്രാർക്ക് ഈ ഡോക്യുമെൻ്റ് കിട്ടില്ല. നേരെ ITയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് തരില്ല എന്ന് പറയും. കമ്പനി രജിസ്ട്രാർ കോർപ്പറേറ്റ് മിനിസ്ട്രിക്ക് എഴുതണം, എനിക്ക് ഇന്ന സാധനം വേണം ITയിൽ നിന്ന് എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ITക്ക് ഒരു നിർദ്ദേശം കൊടുക്കും, ഇന്ന കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കടലാസ് അവന് കൊടുക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം. EDയെ സംബന്ധിച്ചിടത്തോളം they can directly approach IT because they are an investigation agency. IT ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അല്ല, ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഈ ഇത്രയും രോഗാതുരനായിരിക്കുന്ന ഒരാളെ പോയി ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം EDക്ക് ഉണ്ടായിരുന്നോ? ഉണ്ട്, തന്നില്ല എന്നവർ എഴുതി വയ്ക്കണമല്ലോ. വി ഡിഡ് നോട്ട് ഗെറ്റ് എന്ന് സത്യസന്ധമായിട്ട് എഴുതണമെങ്കിൽ അവിടെ പോയിട്ട് അദ്ദേഹം ഇത് പറയണം, ഞാൻ തരില്ല, അത് സീക്രട്ടാണ്. ആ ശരി, സീക്രട്ടാണ്, നമസ്കാരം, ഇപ്പോൾ ഇനിയിപ്പോൾ അവർ റെക്കോർഡ് ചെയ്യും. ഈ റെഫ്യൂസ് ടു ഗിവ് ദാറ്റ്, റെഫ്യൂസ് ടു ഗിവ് ദ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ റെഫ്യൂസ് ടു കോപ്പറേറ്റ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ എന്ന്. സുഖമില്ല എന്ന് പറഞ്ഞ ഒരാളിന് കംപ്ലീറ്റ് ഒരു എൻക്വയറിയിൽ നിന്നൊന്നും അറിയിക്കാൻ പറ്റില്ല. സുഖമാകുമ്പോൾ സുഖമായി എന്ന് തന്നെ ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യും. ഈ വന്നും പോയി നിൽക്കുന്ന അസുഖങ്ങൾ അത് ഇതൊക്കെ. ഇപ്പോൾ ഡിമെൻഷ്യ വേണമെങ്കിൽ അഭിനയിക്കാം, ബട്ട് ഡോക്ടർമാർക്കത് കണ്ടുപിടിക്കാൻ പറ്റിയത് അഭിനയമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഇല്ലാത്ത അസുഖമുണ്ട് എന്ന് ഭാവിക്കാൻ പറ്റില്ല. എന്തുവായിക്കോട്ടെ, അവർക്ക് ആവശ്യം ഈ റെഫ്യൂസൽ വേണമായിരുന്നു. ആ റെഫ്യൂസൽ കൈ കിട്ടി. ഇനിയിപ്പോൾ അവർക്ക് പ്രൊസീഡ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് വിൽ ബി സമ്മൻസ് ടു വീണ. വീണ ഹാജരായാൽ ഒരു 10 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് കസ്റ്റഡിയിലാവും. ദിസ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ദിസ് വിൽ ഹാപ്പൻ ബിഫോർ ഇലക്ഷൻസ് സോ ദാറ്റ് പക്ഷേ പൊളിറ്റിക്കൽ വെൻഡറ്റ എന്നൊക്കെ പറഞ്ഞത് ചെയ്യും. TG അതിനൊരു സാധ്യതയുണ്ടോ? ഇലക്ഷൻ തൊട്ടടുത്തെത്തി. കാരണം നോട്ടീസ് കിട്ടിയാൽ നമ്മൾ തോമസ് ഐസക്കിനെ കാണുന്നുണ്ട്, വരാതിരിക്കാം, നീട്ടി കൊണ്ടുപോകാം, ഹൈക്കോടതി പോവാം, സുപ്രീം കോടതി പോവാം. ഇല്ല, അത് എപ്പോഴും അങ്ങനെ സാധ്യമല്ല. തോമസ് ഐസക്കിൻ്റെ കേസിൽ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, തോമസ് ഐസക്ക് പറയുന്നത് എന്നെ എന്തിനു വിളിക്കുന്നു, അത് വിളിക്കുമ്പോൾ പറയാം എന്ന് ED. നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പറയാം, അത് പറ്റില്ല, നേരത്തെ പറയണം. പിന്നെ അവർ രണ്ടാമത്തെയും മൂന്നാമത്തെ സമൻസ് ആയപ്പോൾ 2-3 പോയിൻറ്റ്സ് എഴുതി കൊടുത്തു. അത് തോമസ് പറഞ്ഞു, അതിപ്പോൾ കിഫ്ബി തന്നെ ഇതിന് മറുപടി തന്നിട്ടുണ്ട്, പിന്നെ ഞാൻ എന്തിനാണ് വരുന്നത് എന്ന് ചോദിച്ച് അതിങ്ങനെ തട്ടി കൊണ്ടുപോവാണ്. ഇപ്പോൾ തോമസ് ഐസക്ക് ജയിച്ച് നിൽക്കുന്നു. ബിക്കോസ് എലക്ഷൻ ആയതുകൊണ്ട് തോമസ് ഐസക്കിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. തോമസ് ഐസക്ക് പറഞ്ഞു, ഈ നാട്ടിൻപുറത്ത് പറയുന്ന പോലെ ഇങ്ങോട്ട് വാ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ വിളിപ്പിക്കാൻ പറ്റില്ല. ഇതാണ്. ED അതിനൊന്നും പ്രതികരിച്ചിട്ടില്ല. EDക്ക് പ്രതികരിക്കാൻ അറിയാം, ബട്ട് ശരി എലക്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് വിട്ടിരിക്കുകയാണ്. ഈ വീണയ്ക്ക് ഈ വക പ്രൊട്ടക്ഷനൊന്നുമില്ല. ആദ്യത്തെ നോട്ടീസ് കിട്ടി പോകാതിരിക്കാമല്ലോ, അപ്പോൾ വീണ്ടും നോട്ടീസ് കൊടുക്കും, വീണ്ടും കുറച്ച് സമയം കിട്ടും, ഹൈക്കോടതി പോവാം. ആദ്യത്തെ നോട്ടീസ് കിട്ടി പോകാതിരിക്കാം എന്നൊക്കെയുള്ളത് ആരെങ്കിലുമൊക്കെ ചെയ്ത് കാണും. വീണ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീട്ടിൽ വന്ന് പൊക്കിക്കൊണ്ട് പോകും. അതിനുള്ള പവർ അവർക്കുണ്ടെന്ന്. എക്സർസൈസ് ചെയ്ത് കണ്ടിട്ടില്ല. ഇയാൾക്ക് പലരും കേജ്രിവാളിന് എത്ര സമൻസാണ് കൊടുത്തത്? 9 സമൻസ് കൊടുത്തു. 9ാമത്തെ സമൻസിൽ ഹാജരാവാതിരുന്നപ്പോഴാണ് അയാളെ പിടിച്ചുകൊണ്ട് പോയത്. ചിലർക്ക് 2 സമൻസ്, 2ാമത്തേനും പിടിച്ചുകൊണ്ട് പോകും. ചിലർക്ക് ഒറ്റ സമൻസ്. ഈ ആളുകൾ കാര്യമറിയാതെ വർത്തമാനം പറയാണ്. 5500 ED കേസുകൾ ഇന്ത്യയിലുണ്ട് ഇപ്പോൾ, 5500. അതിനകത്ത് 50 പൊളിറ്റീഷ്യൻസേ ഉള്ളൂ, ബാക്കി 4450 ബിസിനസ്സുകാരാണ്. അവർ ഓസിഫറസ് അല്ല, അവർക്ക് TV-യിൽ അപ്രോച്ച് ഇല്ല, അതുകൊണ്ട് അതെ ഇവിടെ പറയുന്ന രാഷ്ട്രീയക്കാരെ പിടിക്കാൻ വേണ്ടിയുള്ള ഏജൻസിയാണ് ED. ഫൂളിഷ്നെസ്. ഐ ആം ടെലിംഗ് യു ദാറ്റ് total approximately 5000 ED cases are there, out of which only 50 pertains to politicians. ബാക്കി 4450 സാധാരണ ബിസിനസ്സുകാരുടെയാണ്. അവർ TV-യിൽ വരില്ല. ഇനി വരാതിരിക്കാൻ അവർ ശ്രമിക്കും. ഇനി വന്നാൽ തന്നെ അവർ കരച്ചിലോ ബഹളമൊന്നും, കാരണം അവർക്ക് സമയത്തോളം ഈ കേസ് ഊരിത്തീരണം.
ഇവർക്കല്ലേ ഈ കേസ് ഇട്ട് കളിച്ച് വോട്ട് മേടിക്കേണ്ടത്. അതെ അതെ. സാധാരണ ബിസിനസ്സുകാരന് ഇതിൽ നിന്ന് ഊരണം, ഇതാണ് അവൻ്റെ ആവശ്യം. അതുകൊണ്ട് അവനിത് ചെയ്യുന്നില്ല. ഈ 50 പൊളിറ്റീഷ്യൻസിൻ്റെ ബഹളമാണ് നമ്മൾ ഈ കാണുന്നത്. ED കേസുള്ള ഈ 50 പേർക്ക് വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഞങ്ങൾ വന്ന PMLA ആക്ടേ എടുത്തു കളയുന്നു. 50 പോട്ടെ, 10 പേരുടെ പേര് സുനിലും ഞാനും കൂടെ ഇപ്പോൾ ഒന്ന് പറയാൻ ശ്രമിക്കാം. വടക്കുന്ന് അരവിന്ദ് കേജ്രിവാൾ, അയാളുടെ കൂടെയുള്ള സഞ്ജയ് സിംഗ്, മനീഷ് സിസോഡിയ, പിന്നെ ആരാ, ഹേമന്ത് സോറൻ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരാ ഉള്ളത്? DMK നേതാക്കന്മാർ, DMK കവിത. കവിത മന്ത്രിയൊന്നുമല്ല, പൊളിറ്റീഷ്യനല്ല, പൊളിറ്റീഷ്യൻ്റെ മകളാണ്. അവിടുത്തെ വീണ വിജയൻ, തെലങ്കാനയിലെ വീണ വിജയനാണ് കവിത. ഇവിടെ വീണ വായന, അവിടെ കവിത വായന, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ പൊന്മുടി, സെന്തിൽ മുരുകൻ, കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊളിറ്റീഷ്യനാരാ ഉള്ളത്? ED കേസിൽ ആരുമില്ല. സമൻസ് അയച്ചിട്ടുണ്ട് തോമസ് ഐസക്കിന്. ബട്ട് നോ പൊളിറ്റീഷ്യൻ ഹാസ് ബീൻ എവർ അറസ്റ്റഡ് ഓർ ക്വസ്റ്റ്യൻ ബൈ ED ഇൻ കേരള. PK ബിജു 1-2 തവണ കണ്ണൻ ഈ ശരി, പക്ഷേ കണ്ണനെ അറസ്റ്റ് ചെയ്തോ? നോട്ടീസ് അയച്ചു. ശരി, 2-3 പേര് കൂടെ കൂട്ടിക്കും. ഇപ്പം തന്നെ 10-12 ആയുള്ളൂ. 50 പേരുടെ പേര് നമുക്ക് പോലും അറിയില്ല. നമ്മൾ ദിവസവും പൊളിറ്റിക്സ് ഇട്ട് ചർച്ച ചെയ്യുന്ന വലിയ മിടുക്കന്മാരാണ്, ബുദ്ധിജീവികളാണല്ലോ. നമുക്ക് തന്നെ ഈ പേരറിയാം. അപ്പോൾ പിന്നെ ED ആരെയാ വേട്ടയാടുന്നത്? വെറുതെ ഇങ്ങനെ പറഞ്ഞു വേട്ട. എനിക്ക് ശബ്ദമുണ്ട്, ഞാൻ ശബ്ദം വെച്ചാൽ 4 പേര് കേൾക്കും, അയ്യോ വേട്ടയാടുന്നതെന്ന് പറയും. ബാക്കി 10 പേരെ പിടിച്ച് EDയുടെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. അവരുടെ നിലവിളി നിങ്ങൾ കേൾക്കുന്നില്ല, അവർ രാഷ്ട്രീയക്കാരല്ല. അതുകൊണ്ട് അപ്പോൾ ഈ രാഹുൽ ഗാന്ധി പിണറായി വിജയനോട് ചോദിച്ചത് ഇൻ്റലിജൻറ്റ് ക്വസ്റ്റ്യനാണ്, പെർട്ടിനൻറ്റ് ക്വസ്റ്റ്യനാണ്. ബട്ട് അത് ഫൂളിഷാണെന്ന് മനസ്സിലാവുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുന്ന നിരാശ അതിഭീകരമായിരിക്കും. മാത്രമല്ല രാഹുൽ തന്നെ ഈ അറസ്റ്റ് ഉണ്ടായാൽ അതിനെ അപലപിക്കാൻ ഒരുപക്ഷെ മുന്നോട്ട് വരും. ഈ രാഹുലിനെ അന്ന് വേണമെങ്കിൽ അവർക്ക് അറസ്റ്റ് ചെയ്യാമായിരുന്നു. അവർ ചെയ്യാതെ വിട്ടതാണ്. 2 തവണ ചോദ്യം ചെയ്തു, വിട്ടിരിക്കുകയാണ്. കാരണം അവരുടെ ആ കേസ് എങ്ങും എത്തിയിട്ടില്ല. ഇപ്പോൾ അവർ അറ്റാച്ച് ചെയ്ത പ്രോപ്പർട്ടി അതിപ്പോൾ ട്രിബ്യൂണലിൽ ശരിവെച്ചതേ ഉള്ളൂ. ബിക്കോസ് ഈ പ്രൊസീജിയേഴ്സ് ആർ വെരി കമ്പറസം ഇൻ PMLA. ഓരോ സ്റ്റെപ്പും അവർക്ക് അപ്രൂവൽ വേണം, അത് വേണം, ഇത് വേണം, കടലാസ് വേണം. ഇതൊക്കെ ചെയ്തേ PMLA കേസ് മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് PMLA കേസ് വളരെ സ്ട്രോങ് ആയിരിക്കും, ബട്ട് സ്ലോ ആയിരിക്കും. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഞങ്ങൾ PMLA ആക്ടേ കളയും. കളയാലോ, അധികാരത്തിൽ വന്നാലല്ലേ. അപ്പോൾ പിന്നെ ED ഉണ്ടാവത്തില്ല. അതെ. ഏതായാലും നമുക്ക് ഈ TG കുറച്ചായിട്ട് 2-3 തവണ നമ്മുടെ വീഡിയോകളിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വീണ അറസ്റ്റിലാകുമെന്ന്. ഇനി തെരഞ്ഞെടുപ്പിന് ഒരു കൈവിരലിലെ ദിവസങ്ങളേ ഉള്ളൂ. ഒരാഴ്ചയെന്ന് വെച്ചോ, ഒരാഴ്ച വലിയൊരു പീരീഡാണ്. ഒരു ദിവസം പോലും വലിയ പീരീഡാണ്. കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.